ദൈവത്തിന് മഹത്വം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ യേശുവും ശിഷ്യന്മാരും യാത്ര ചെയ്തു വരുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. യേശു നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കുരുടന്റെ കണ്ണിൽ പുരട്ടിയിട്ട് അവനോട്, ശീലോഹാം കുളത്തിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. കുളത്തിൽ പോയി കണ്ണ് കഴുകിയാൽ കാഴ്ച പ്രാപിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നില്ല. എന്നാൽ യേശുവിൻ്റെ വാക്കുകളിലെ അധികാരം മനസ്സിലാക്കിയ കുരുടൻ യേശു പറഞ്ഞ ശീലോഹാം കുളത്തിൽ തന്നെ പോയി കഴുകി അത്ഭുത കാഴ്ച പ്രാപിച്ചവനായി മടങ്ങി വന്നു. അതെ, യേശുവിൻ്റെ നിത്യജീവന്റെ വചനം അനുസരിക്കേണ്ടവയാണ്. നമ്മുടെ ജീവിതത്തിലും നാളുകളായി വചനം കേൾക്കുന്നുണ്ടെങ്കിലും വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അനുസരിക്കാത്തത് കൊണ്ട് ഒരത്ഭുതവും സംഭവിക്കാതെ ജീവിതം അന്ധകാരത്തിൽ തന്നെ തുടർന്നുകൊണ്ട് ഇരിക്കുന്നു. നമുക്ക് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ മാനസാന്തരപ്പെട്ട് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ സ്നാനമേൽക്കാം. നമ്മുടെ അകക്കണ്ണുകൾ തുറക്കട്ടെ. നിത്യമായ സ്വർഗീയ വെളിച്ചത്തിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ആമേൻ.